എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ തന്നെ നമ്മളെ ചതിക്കും. ഇവനെ നമുക്കറിയാൻ പറ്റത്തില്ല. ഇവൻ നമ്മുടെ പൈസ കണ്ടിട്ടാണ് നമ്മുടെ കൂടെ കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ തട്ടിപ്പുകാരന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ നമ്മളെ വിളിച്ചുകൊണ്ടൊക്കെ പോകും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇവന്മാരെ നമ്മളെ വിളിച്ചുകൊണ്ട് അവിടെ എല്ലാം കൊണ്ടുപോയി കറങ്ങും. അതെല്ലാം ഈ തട്ടിപ്പുകാരൻ്റെ ചിലവിലായിരിക്കും നമ്മൾ മൊത്തം പോണതുമില്ല. എന്നിട്ട് ഇവന്മാർ എവിടെയെങ്കിലുമൊക്കെ ബിസിനസ് നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ പോകും. വിളിച്ചുകൊണ്ടൊക്കെ പോയിട്ട് ലാസ്റ്റ് എൻഡിൽ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് നടക്കും. അതിൽ 1,00,000 രൂപ നമുക്ക് തരും. നമുക്ക് തന്നിട്ട് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ചെറിയതിൻ്റെ പിറകിലൊന്നും പോകണ്ട, ചെറുതൊന്നും ഒന്നും വലുതായിട്ട് കിട്ടത്തില്ല, നമുക്ക് വലിയ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മതിയെന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോകും. പിന്നെ ഇവൻ്റെ കോൺടാക്ട് അങ്ങനെ വലുതായിട്ട് കാണത്തില്ല. എന്തെങ്കിലും ഒറിജിനലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോകും. ഇവൻ പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു ശിങ്കിടി തന്നെ നമ്മളെ കൂടെ കയറും. വേറെ എന്തെങ്കിലും കാര്യവും പറഞ്ഞിട്ടാ, എന്തെങ്കിലും ആരെങ്കിലും കണക്ഷനുകൾ വെച്ചിട്ടാ ഇവന്മാർക്ക് അറിയാൻ പറ്റും, തട്ടിപ്പുകാർക്ക് അറിയാൻ പറ്റും നമ്മൾ ആരൊക്കെ ആയിട്ടാണ് കോൺടാക്ട്. എല്ലാ ഇവന്മാർക്ക് നല്ലപോലെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും ഈസി ആയിട്ട്. ഇനി ഈ ശിങ്കിടിയാണ് കളിക്കുന്നത്. ഈ ശിങ്കിടി ഏത് വഴിക്കാണ് വരുന്നതെന്ന് ഈ ഇരയ്ക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ഇര എന്തോ ചെയ്യും, ശിങ്കിടിയായിട്ട് പോയിട്ട് ഈ സാധനം കാണാൻ എല്ലാമൊക്കെ ചെയ്യും. ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ആരെയാണ് വിളിക്കുന്നത്, ഈ മെയിൻ തട്ടിപ്പുകാരനെയാണ് വിളിക്കുന്നത്. കാരണം എന്താണ്, അവനാണ് ഇയാളെ കൂടെ കൊണ്ടു കിടന്ന് ചിലവെല്ലാം എടുത്തതും പിന്നെ അതുപോലെ തന്നെ 1,00,000 രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്തോ ഈ മെയിൻ തട്ടിപ്പുകാരനെ വിളിച്ചിട്ടാണ് കാര്യം പറയുന്നത്. ഇതിനൊക്കെ ഒരു നല്ലൊരു സാധനം വന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂടെ ഉൾപ്പെടുത്തുന്ന ആരാണ്, ഈ ഇരയാണ് ഉൾപ്പെടുന്നത്. അപ്പോഴത്തേക്ക് ഈ ഇരയ്ക്ക് അറിയാൻ പറ്റത്തില്ല അവനാണ് വില്ലനായിട്ട് നിന്നിട്ട് ഊക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ തട്ടിപ്പുകാരൻ പൈസ ഇടുന്നതൊക്കെ കാണിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ പൈസ മേടിക്കുന്നത്. ട്രാവലിംഗ് കിറ്റ്, പിന്നെ കെമിക്കൽ വേണം, ഒരുപാട് കാര്യങ്ങൾ പറയും. കോട്ട് വേണം, പിന്നെ അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സയന്റിസ്റ്റിന് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പൈസകൾ തട്ടുന്നത്. അപ്പോൾ ഈ കുറച്ച് പൈസ ഈ മെയിൻ തട്ടിപ്പുകാരെ ഇടുന്നതൊക്കെ കാണിക്കും, ബാക്കിയെല്ലാം ഇടുന്നത് ഈ ഇരയാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് പൈസ പോയ ആളിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ പൈസ പോയ ഇര ആരെയാണ് വിളിക്കുന്നത്, ഈ മെയിൻ തട്ടിപ്പുകാരനെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവനാണ് ഇയാളെ അങ്ങുഞ്ഞൊക്കെ കൊണ്ടുപോയി പിന്നെ കൂടെ നിന്നിട്ട് ഇയാളും കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നേരെ അവനെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയും ഇതാണ് നമുക്ക് പറ്റിയതാണ്, ഇത് തട്ടിപ്പാണ്, നമുക്ക് അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് പോണതല്ല ആരാണ്, ഈ മെയിൻ തട്ടിപ്പുകാരനാണ് കൂടെ പോണത്. എന്നിട്ട് എന്തോ ഇന്ന് ഇവന്മാരൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു വകുപ്പും നടക്കത്തില്ല. പിന്നെ ഈ കൂടെ നിന്ന് ഈ മെയിൻ തട്ടിപ്പുകാരൻ നമ്മളെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കളാം. അതിലാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പൈസ പോയത് തന്നെയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഇരയുടെ പ്രതീക്ഷ ഇവൻ നഷ്ടപ്പെടുത്തിക്കളയും. അപ്പം ഇങ്ങനെ പറയുന്നവന്മാരെ സൂക്ഷിച്ചോളാം. പൈസ പോയതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. ഇവന്മാർ മെയിൻ തട്ടിപ്പിന് വേണ്ടി നിൽക്കുന്നവന്മാരാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഇരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ ഇവന്മാർ ഈ കന്നം തിരിഞ്ഞ പരിപാടിക്ക് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഈ ഇരയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു 25,00,000 രൂപയിലായിരിക്കും ഇത് തുടങ്ങുന്നത്, ഈ RPയുടെ ഒരു തട്ടിപ്പ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഈ പൈസ മൊത്തം ഈ ഇര കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഈ ഇരയുടെ കയ്യിരിക്കുന്ന പൈസ തീരുമ്പോഴത്തേക്ക് ഇവന്മാർ പറയുന്ന കേട്ട് വേറെ ആൾക്കാരെ നിന്ന് മേടിച്ചും കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ ആൾക്കാരെല്ലാം കൂടി ഇവർ വീട്ടിൽ കയറി ഇറങ്ങും. കാരണം പൈസയ്ക്ക് വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് വേറെ ഒരു ഓപ്ഷൻ ഇവർക്ക് കാണത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവൻ പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നത്. കാരണം ഒരു പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് പോണത്. ഇവിടെ നടന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ തട്ടിപ്പുകാരൻ നമ്മുടെ കൂടെ കയറിയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി, നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കി. കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ല എന്നെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഇവൻ നമ്മളെ പറ്റിക്കുന്നത്. ഇവനാണിത് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനും പറ്റത്തില്ല.